ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നിങ്ങളുടെ ഫ്യൂച്ചറിനെ പറ്റിയിട്ടുള്ള ഒരു റീഡിംഗ് ആണ്. നിങ്ങൾ ഫ്യൂച്ചറിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ്, കരിയർ അങ്ങനെ എന്തൊക്കെയാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി കരുതി വച്ചേക്കുന്നതെന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു റീഡിംഗ് ആണ്. അപ്പം നിങ്ങളുടെ കരിയറിനെ പറ്റി പറയുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സ്ഥാനം തന്നെ യൂണിവേഴ്സ് കരുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അതിന് കുറച്ച് ഹാർഡ് വർക്ക് വേണ്ടി വരും എന്ന് തന്നെയാണ്. നിങ്ങൾ അതിലേക്ക് എത്താൻ കുറച്ച് സമയമെടുക്കും. പക്ഷേ യു വിൻ ദ സിറ്റുവേഷൻ. നിങ്ങൾ കുറച്ച് ഹാർഡ് വർക്ക് നല്ലപോലെ പ്രയത്നിക്കേണ്ടി വരും. നിങ്ങളിപ്പോൾ കുറച്ച് ലേസിനെസ്സൊക്കെ ഉണ്ട്. ആ ലേസിനെസ്സൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ പുതിയ ഹാബിറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട്, പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യണം. ഇനി മടി പിടിച്ചിട്ടൊന്നും ഇരുന്നിട്ട് കാര്യമില്ല എന്ന് തന്നെയാണ് പറയുന്നത്. യൂണിവേഴ്സിന് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ തരണം എന്നുണ്ട്. അപ്പം നിങ്ങൾ അതിനനുസരിച്ചിട്ടുള്ള വർക്കുകളൊക്കെ ചെയ്യണം. നിങ്ങൾ അടിമുടിയൊന്ന് മാറ്റണം. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യണം. നിങ്ങൾ കൂടുതലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ സമയം സ്പെൻഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നിങ്ങളുടെ സമയം മാറ്റി വെക്കാറുണ്ട്. അതൊന്ന് നിർത്തലാക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടി തന്നെ ഇതായിട്ടുള്ള സമയം കൂടുതലും നിങ്ങൾക്ക് വേണ്ടി തന്നെ ചിലവഴിക്കണം എന്നാണ് പറയുന്നത്. നിങ്ങൾ കുറച്ചുകൂടെ അങ്ങ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, മറ്റുള്ളവരുടെ നന്മ, അവർ നല്ലതായിട്ടിരിക്കണം, അവരെന്ത് വിചാരിക്കും, പിന്നെന്തുവാ അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള കുറേ ഹെൽപ്പിങ് മെൻറ്റാലിറ്റിയൊക്കെ കുറേ ഉണ്ട്. എന്നിട്ട് അവരെന്തെങ്കിലും ആവശ്യത്തിന് എന്നുവെച്ചാൽ നിങ്ങളുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്കൊന്നും ആരും ഉണ്ടാവാറുമില്ല. അപ്പം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കുണ്ട്, പൊതുവേ ഉണ്ട്. ആ ഒരു സിറ്റുവേഷൻ മാറണമെങ്കിൽ നിങ്ങൾ തന്നെ വിചാരിക്കണം എന്നാണ്. അപ്പം കൂടുതലും നിങ്ങളെ തന്നെ ഫോക്കസ് ചെയ്യൂ. നിങ്ങൾക്ക് ഒരുപാട് മാറ്റം വരാനുണ്ട്. അപ്പം അതിലൊന്ന് ഫോക്കസ് ചെയ്യാതെ അയ്യോ അവർക്ക് വന്ന് പ്രശ്നമുണ്ട് അങ്ങനെയുള്ള ഒരു മെൻറ്റാലിറ്റി മാറ്റി വെക്കേണ്ടതാണ് എന്നാണ് പറയുന്നത്. പിന്നീട് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി പറയുവാണെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരാളെ തന്നെയാണ് കിട്ടുന്നത്. ചിലർക്കൊക്കെ ആണെങ്കിൽ ഫാമിലിയായിട്ട് വിദേശത്ത് താമസിക്കാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട്. അപ്പം നിങ്ങളിങ്ങനെ വിഷമിച്ചൊന്നും ഇരിക്കേണ്ട കാര്യമില്ല. മീൻസ് ലേസിനെസ്, വിഷമം എന്നതിലുപരി കുറച്ച് ലേസിനെസ് ഉണ്ട്. പിന്നെ ഹെൽത്ത് പരമായിട്ടുള്ള ഇഷ്യൂസൊക്കെ ഉള്ളവരൊക്കെ ഉണ്ട്. പ്രോപ്പറായിട്ട് ഉറങ്ങാത്ത ആൾക്കാർ ഒക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം, നിങ്ങളെ തന്നെ ശ്രദ്ധിക്കണം എന്നാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ്, നിങ്ങൾക്ക് വരുന്ന പാർട്ട്ണറും ഒക്കെ വളരെ നല്ലതാണ്. നിങ്ങളോട് ഒരുപാട് സ്നേഹമുള്ള, ആത്മാർത്ഥതയുള്ള, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേപോലെ തന്നെ ഇഷ്ടം മാത്രമല്ല, സ്നേഹം, അതേപോലെ തന്നെ നിങ്ങളോട് അത്രയും കെയറിങ് ഒക്കെ ഉള്ള ഒരാളാണ് വരാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഫ്യൂച്ചർ എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ഒരു സ്ഥലം തന്നെ ഇങ്ങനെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് രണ്ട് പേർക്കും നിങ്ങൾ നല്ല രീതിയിൽ കഴിയേണ്ടവരാണ്. നിങ്ങൾ സ്നേഹിക്കപ്പെട്ടും കഴിയേണ്ട ആൾക്കാർ തന്നെയാണ്. യൂണിവേഴ്സ് നിങ്ങൾക്ക് അതുപോലൊരു ജീവിതമാണ് കരുതി വെച്ചേക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് കരിയർ ഗ്രോത്ത് ഉണ്ടാവും. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് നല്ലൊരു ഫിനാൻഷ്യൽ വരുമാനമുള്ളൊരു ജോലി തന്നെ ആയിരിക്കും ഫ്യൂച്ചറിൽ കിട്ടാൻ പോകുന്നതും. അത്രയും നല്ലൊരു സ്റ്റെബിലിറ്റി, അത്രയും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉള്ള ഒരാൾ തന്നെ ആയിരിക്കും നിങ്ങളുടെ പാർട്ട്ണർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്നുവെച്ചാൽ നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഒരുപാട് പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അങ്ങനെ ആയിരിക്കും. കാരണം നമുക്ക് ബെസ്റ്റായിട്ടുള്ള ആൾ വരുമ്പോഴാണ് നമുക്കും പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാവുന്നത്. മനസ്സിലായോ? നമുക്ക് മോശമായിട്ടുള്ള ഒരാളാണ് വരുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പം നിങ്ങളുടേതായിട്ടുള്ള ഒരാളായിരിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഇനി ചിലർക്ക് സെപ്പറേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിൽക്കുന്നവർക്കൊക്കെ ആണെങ്കിലും അത് പോസിബിളാണ്. എന്നാൽ പോലും കൂടുതലും നിങ്ങളെ ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് യൂണിവേഴ്സ് തരുന്നൊരു സന്ദേശം എന്ന് പറയുന്നത്. നിങ്ങൾ പല കാര്യങ്ങളും ഇങ്ങനെ ആലോചിച്ച് മീൻസ് ഓവർ തിങ്ക് ചെയ്ത് നടക്കാത്ത കുറേ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ആലോചിക്കുന്നുണ്ട്. നടക്കാത്ത കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ആലോചിച്ചിട്ട് കഴിഞ്ഞ കാര്യങ്ങൾ, പ്രത്യേകിച്ച് പാസ്റ്റിൽ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് ഒരുപാട് വിഷമിക്കുന്നതായിട്ടാണ്. അതിന് പകരം നിങ്ങൾ ഫ്യൂച്ചറിനെ പറ്റിയിട്ട് കുറേ കൂടെ ആലോചിക്കണം.
അതിനെ പറ്റിയിട്ടുള്ള ആക്ഷൻസൊക്കെ എടുത്തു തുടങ്ങണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന് പറയുന്ന പോലെ തന്നെ അതങ്ങനെ വിട്ടേക്കുക. കഴിഞ്ഞ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, അതൊന്നും ഇനി നമ്മുടെ കയ്യിലല്ല. പുതിയതായിട്ടുള്ള ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ നിങ്ങൾ മനോഹരമാക്കാൻ എന്തെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യാനാണ് പറയുന്നത്. പിന്നെ പലർക്കും വീട് എന്നുള്ളൊരു സ്വപ്നം, വലിയൊരു ആഗ്രഹമുണ്ട് അല്ലേ? ആ ഒരു ആഗ്രഹത്തിൽ നിൽക്കുന്ന ആൾക്കാർ, അപ്പം എന്താ പറയുന്നത്, വീട് നിങ്ങൾ ആഗ്രഹിക്കുന്നതിലും അപ്പുറമായിട്ടുള്ളൊരു വലിയൊരു മനോഹരമായിട്ടുള്ളൊരു വീട് നിങ്ങളെ കാത്തിരിക്കുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടേതായിട്ടുള്ള നല്ല ഓർമ്മകളൊക്കെ എന്താ പറയുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും എന്ന് തന്നെയാണ്. അതിന് ഒരുപാട് പേരുടെ സഹായങ്ങൾ ഉണ്ടാവും, പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾക്കാരൊന്നും ആയിരിക്കത്തില്ല നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് വരുന്നതും. അപ്പം നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ ഫ്യൂച്ചറിനെ പറ്റിയിട്ട് ഒരുപാട് എന്താ പറയുന്നത്, ആകുലപ്പെടേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് പാസ്റ്റിനെ പറ്റി ആലോചിച്ചിട്ട് വിഷമിച്ചിരിക്കേണ്ട ആവശ്യവുമില്ല. നിങ്ങൾക്ക് വളരെയധികം സന്തോഷം നിറഞ്ഞൊരു ഫ്യൂച്ചറുണ്ട്. പക്ഷേ ഇപ്പോഴുള്ള ഈ ലേസിനെസ് മാറ്റി വെച്ചതിന് ശേഷം നിങ്ങൾ നല്ല രീതിയിൽ പുതിയ ഹാബിറ്റൊക്കെ ബിൽഡ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളേതായിട്ടുള്ള രീതിയിൽ നിങ്ങളെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം എന്നാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന സന്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് യൂണിവേഴ്സ് നിങ്ങളുടെ ഫ്യൂച്ചറിൽ കരുതി വെച്ചിട്ടുള്ളത്. നിങ്ങൾ സമാധാനപരമായിട്ടും ധൈര്യമായിട്ടും ഇരിക്കൂ എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.